വാ കുറ്റാലത്തോട്ട് പോവാം. അമ്മയോടും അനിയത്തിയോട് യാത്ര പറഞ്ഞ് നേരെ പോയത് ഫ്രഷ് കോട്ട് ഷെഡിലേക്കാണ്. ഈ കാണുന്ന മാർക്കോപ്പോളയും കൊണ്ടാണ് ഇന്ന് നമ്മൾ കുറ്റാലത്തോട്ട് പോകും. വണ്ടിയെടുത്ത് നേരെ പോയത് വീട്ടിനടുത്തുള്ള അമ്പലത്തിലേക്കാണ്. എന്റെ എല്ലാ യാത്രകളും ഇവിടെ വന്നൊരു കാണിക്കയായിട്ടേ തുടങ്ങാറുള്ളൂ. ഇന്ന് ആളെ എടുക്കേണ്ടതും ഞങ്ങളുടെ അമ്പലത്തിന്റെ അടുത്ത് നിന്നായിരുന്നു. പറഞ്ഞ സമയത്ത് ആളെയും എടുത്ത് നേരെ തെന്മല ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. തെന്മല എത്തി ആളെ ഇറക്കി വണ്ടിയും പാർക്ക് ചെയ്ത് ഞാനും ഇന്ന് അവരോടൊപ്പം പോകുന്നുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ വണ്ടിയിലാണ് ഞങ്ങളുടെ യാത്ര. ആള് ഫില്ലായപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് യാത്ര പുറപ്പെട്ടു. ബോട്ടിംഗ് പാക്കേജ് ഒന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ട് വെറുതെ സ്ഥലം കണ്ട് തിരിച്ചു പോകുക എന്നുള്ളതാണ് പരിപാടി. ഈ കാണുന്ന സ്ഥലം മുഴുവൻ നടന്നു കാണുക എന്നുള്ളതാണ് ഇവിടുത്തെ പരിപാടി. അങ്ങനെ അവരോടൊപ്പം നടന്ന് ഞാനും സ്ഥലം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ആ ചോദ്യം ഞാൻ കേട്ടത്. അവിടെ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ കണ്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് യാത്ര ചെയ്തു. പാർക്കിങ്ങിൽ വന്ന് വണ്ടി എടുത്ത് നേരെ പോയത് അടുത്തുള്ള മാൻ പാർക്കിലേക്കായിരുന്നു. മാൻ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോയത് പാലരുവി. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പാലരുവിയിലോട്ട് പോയെങ്കിലും പക്ഷെ ആ സന്തോഷം അധികം നേരം നിലനിന്നില്ല. അതേ ഗൈസ്, പാലരുവിയിൽ ഒരു തുള്ളി വെള്ളമില്ലാത്ത കാരണം പാലരുവി അടച്ചിട്ടിരിക്കുക. കുറ്റാലത്തും സെയിം അവസ്ഥ എന്ന് അറിഞ്ഞുകൊണ്ട് നേരെ അന്യംപാറയിലേക്ക് പുറപ്പെട്ടു. അന്യംപാറയിലെത്തി വണ്ടിയും പാർക്ക് ചെയ്ത് മുകളിലേക്ക് നടന്നു കയറിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച ഞാൻ കാണുന്നത്. പച്ചവിരിച്ച് കിടന്ന പാടത്ത് വെറും കരിഞ്ഞുണങ്ങിയ വൈക്കോല് മാത്രം. പിന്നെ എന്തായാലും വന്നതല്ലേ എന്നോർത്ത് കുറെ നേരം വിദൂരതയിലേക്ക് വായുമ്പോഴൊന്ന് നോക്കി നിന്നു. ഞാൻ അവിടെ നിന്ന് ഒരു സ്ലോ മോ ഒക്കെ എടുത്ത് വന്നപ്പോൾ നമ്മുടെ പിള്ളേർ പിറകിൽ റീല് ഷൂട്ട് ചെയ്തോണ്ട്. പിന്നീട് അങ്ങോട്ട് കുറ്റാലത്ത് കുളിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ എവിടെ പോയി കുളിക്കുമെന്നുള്ള ചർച്ചയായി. ചർച്ചയ്ക്കൊടുവിൽ പാവനാശം പോകാമെന്ന് തീരുമാനിച്ച് പാവനാശത്തോട്ട് വണ്ടിയെടുത്ത് യാത്ര പോകും. പാവനാശത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് 3 മണിക്ക് ശേഷം അവിടെ ആരെയും കയറ്റി വിടത്തില്ല. പിന്നെ അടുത്തുള്ള ആറ്റിൽ പോയി കുളിച്ച് അവർ വന്ന് വണ്ടി കയറി. അടുത്തുള്ള പമ്പ് കയറ്റി ഡീസലും അടിച്ച് തിരികെ നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. പ്രതീക്ഷിച്ച സമയത്ത് തന്നെ അവരെ തിരിച്ച് പുന്നക്കുളത്ത് എത്തിച്ച് ഞാനും തിരിച്ച് ഷെഡിലേക്ക്. ഓരോ യാത്രകളും ഓരോ ഓർമ്മകളാണ്. എന്നും ഇതുപോലുള്ള ഓർമ്മകൾ ഉണ്ടാവട്ടെ.